ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം പുറപ്പാട് പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യോസെഫിന് ശേഷമുള്ള 430 സംവത്സരങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് വേദനകളുടെയും കഷ്ടതയുടെയും കയ്പനുഭവങ്ങളുടെയും ഓർമ്മകളാൽ കണ്ണു നിറയ്ക്കുന്ന കാലഘട്ടമായിരുന്നു. മന്ത്രിപദം അലങ്കരിച്ച യോസെഫിൻ്റെ കുടുംബക്കാർ എന്ന നിലയിൽ അതിഥികളായി മിസ്രയീമിൽ സ്വീകരിക്കപ്പെട്ട് ഫറവോ രാജാവിൻ്റെ പ്രത്യേക പരിഗണനയ്ക്ക് അർഹരായി മിസ്രയീമിൻ്റെ ഹൃദയഭാഗത്ത് വാസമുറപ്പിച്ചവർ ഇന്ന് അടിമകളായി കഠിനവേല അഥവാ ഊഴിയവേല ചെയ്യുന്നവരായിത്തീരുന്നു. അതിനാൽ ഇസ്രായേൽ ജനതയ്ക്ക് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനതയുടെ തുടർന്നുള്ള വഴികൾ കാഠിന്യമേറിയതും അതോടൊപ്പം ദൈവിക സംരക്ഷണത്തിൻ്റെ തനുമ അനുഭവിക്കുന്നതുമായിത്തീരുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, പ്രതിസന്ധികളിൽ കൂട്ടായ ദൈവം. മുന്നിൽ ചെങ്കടൽ, ചുറ്റുപാട് മരുഭൂമിയുടെ വിജനത, പുറകിൽ ഫറവോന്റെ സൈന്യം. ഇവിടെ സാഹചര്യങ്ങളെല്ലാം ഇസ്രായേല്യർക്ക് പ്രതികൂലമായി തീർന്നു. ഈ പ്രതികൂലതകൾ മിസ്രയീമ്യ സൈന്യത്തിന് അനുകൂലവുമാണ്. അതാണ് തീവ്രതയോടെയുള്ള അവരുടെ യാത്ര. എന്നാൽ മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലായ ഇസ്രായേൽ ജനം, വന്യമായ ചുറ്റുപാടുകൾ അവരെ തീർത്തും ഭയപരവശരാക്കുന്നു. ഭയവും അതോടൊപ്പം ആശങ്കയും നിറഞ്ഞതായ ജനങ്ങൾ പരിഭവം പറയുന്നതായിട്ട് നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 11 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഇത്തരത്തിൽ മോശയോട് ഇസ്രായേല്യരുടെ സൈന്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ഇസ്രായേൽ ജനതയുടെ ഈ വലിയ പ്രതിസന്ധിയിൽ ദൈവം ഇടപെടുന്നു. കൂട്ടായ ദൈവം ഒരു സുഹൃത്തിനെ പോലെ അവരെ ബലപ്പെടുത്തുന്നു. അത് മോശയിലൂടെയാണ് ദൈവം സാധ്യമാക്കി തീർക്കുന്നത്. 13 വാക്യത്തിൽ പറയുന്നു, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ എന്ന് പറയുന്നു. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ എന്ന് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ വാക്കുകൾ ഇസ്രായേൽ ജനതയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവരാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാം. ആ സാഹചര്യങ്ങളെ യഹോവയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുക. തമ്പുരാന്റെ സാന്നിധ്യം നമുക്ക് ബലം നൽകും. രണ്ടാമതായിട്ട്, ദൈവത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്നവ. ഒന്നുകിൽ ചെങ്കടൽ ചാടി മരിക്കുക, അല്ലെങ്കിൽ മിസ്രയീമ്യർക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക. സ്വയം രക്ഷപ്പെടുവാനായി യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇസ്രായേല്യർ. ഈ വെല്ലുവിളിയുടെ മധ്യത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പുണ്ട്. അത് നമുക്ക് 14 വാക്യത്തിൽ കാണാം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് അവിടെ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യഹോവ റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മിണ്ടാതിരിക്കുക. ഭയം വേണ്ട, ആകുലത വേണ്ട, പരാതി പറയണ്ട, പരിഭവം വേണ്ട, ഇനി എന്ത് എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇനി വേണ്ട. മിണ്ടാതിരിക്കുക. സ്വയം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് മാത്രമേ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ കരകയറ്റുവാൻ, ഞങ്ങളെ കരകയറ്റുവാൻ, നമ്മെ കരകയറ്റുവാനായിട്ട് സാധിക്കൂ. പ്രിയ ദൈവജനമേ, നമുക്ക് സ്വയം പരിഹരിക്കുവാൻ കഴിയാത്തവ ദൈവത്താൽ പരിഹരിക്കപ്പെടും. അങ്ങനെ ഒരു ഉറപ്പുണ്ടോ നമുക്ക്? ഇവിടെ ദൈവജനം ഭയത്തെ അകറ്റി വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ, അഥവാ വെല്ലുവിളികളുടെ മധ്യത്തിൽ ദൈവത്തോടൊപ്പം പുറപ്പെട്ടപ്പോൾ, കടലിനെ ദൈവം ഉണങ്ങിയ പാതയാക്കി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കരുത്. ദൈവത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ദൈവവചനത്തിന് വിധേയപ്പെട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ ലോക യാത്രയിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.